അല്ലെ രാഹുൽ ഗാന്ധി പുറത്തേക്ക് വരികയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാഹുൽ ഗാന്ധി പുറത്തേക്ക് വരികയാണ്. ഒരു ചിരി രാഹുൽ ഗാന്ധിയുടെ മനസ്സിലുണ്ട്. രാഹുൽ ഗാന്ധിക്ക് ചിരിക്കാം. ബാക്കി എല്ലാവരുടെയും ഇവിടെ നെഞ്ചിലിവിടെ പടപടാന്ന് ഇടിയാണ്. രാഹുൽ ഗാന്ധി ഖർഗെയുടെ വസതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഒരു പ്രഖ്യാപനം എപ്പോൾ വരുമെന്ന് അറിയില്ല. ഖർഗെയും ആ വസതിക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. എന്താണ് തീരുമാനം? രാഹുൽ ഗാന്ധി ആ കാറിൽ കയറി വന്ന കാറിൽ കയറി രാഹുൽ ഗാന്ധി തിരിച്ചു പോവുകയാണ്. പുറത്തെന്തായാലും രാഹുൽ ഗാന്ധി എന്തായാലും മാധ്യമങ്ങളോട് സംസാരിക്കാൻ ഇടയുണ്ടോ എന്ന കാര്യം അറിയില്ല. ബൽറാം ചേരുന്നു. ബൽറാം, എന്തായാലും ആ കൂടിക്കാഴ്ച കഴിയുന്നുണ്ട്. ഇനി ഒരു കമ്മ്യൂണിക്കേഷനാണ് വരേണ്ടത്. ആരാണത്? VD, KC, RC 3 പേരിൽ ഒരു പേര് പ്രഖ്യാപിക്കണം. ആര് ചെയ്യും ആ ജോലി? ഹാഷ്മി, നിർണായകമായ യോഗം അത് മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ അവസാനിച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ തത്സമയ ദൃശ്യങ്ങളാണ്. അത് രാഹുൽ ഗാന്ധി യോഗത്തിന് ശേഷം മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ നിന്നും ഇറങ്ങി അദ്ദേഹത്തിന്റെ വാഹനത്തിലേക്ക് കയറിയിരിക്കുകയാണ്. മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹത്തെ യാത്ര അയച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ നിന്നും മടങ്ങുകയാണ്. എന്തായാലും ആ പ്രഖ്യാപനം ഇപ്പോൾ തന്നെ ഇല്ല എന്ന് ഏതാണ്ട് വ്യക്തമായിരിക്കുന്നു. അല്ലാത്ത പക്ഷം ഇരു നേതാക്കളും എത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാനുള്ള ഒരു സാധ്യതയാണ് ഉണ്ടായിരുന്നത്. നിലവിലിപ്പോൾ രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. രാഹുൽ ഗാന്ധിയുടെ വാഹനം അത് കടന്നു പോകുന്നു. ഒരു പ്രഖ്യാപനവും ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നില്ല. മുഖ്യമന്ത്രി ആര് എന്നതുമായി ബന്ധപ്പെട്ട ഈ യോഗത്തിൽ നടന്ന ചർച്ചകളിൽ തീരുമാനമെന്ത് അത് ഈ ഒരു ഘട്ടത്തിൽ അവർ പങ്കുവയ്ക്കുന്നില്ല. രാഹുലിന് മൈക്ക് വെക്കാൻ മാധ്യമപ്രവർത്തകർ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് ഈ പറയുന്ന SP വൻ സെക്യൂരിറ്റിയാണ് രാഹുൽ ഗാന്ധി. അങ്ങനെ ഒരുപാട് നമുക്ക് അടുത്തേക്ക് പോകാൻ സാധ്യമല്ല. ഒരുപാട് അടുത്തേക്ക് പോയാൽ SP എങ്ങനെ പെരുമാറും എന്ന കാര്യം നമുക്കറിയില്ല. എന്തായാലും ആ ചർച്ച ഏറ്റവും ക്രൂഷ്യൽ ചർച്ചയാണ്. ആ ചർച്ച പൂർത്തിയാക്കി ആശയവിനിമയം പൂർത്തിയാക്കി രാഹുൽ ഗാന്ധി അവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു. വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ നിന്നും രാഹുൽ ഗാന്ധി അവിടെ നിന്ന് മടങ്ങിപ്പോയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാണ്. അത് തീരുമാനമെടുത്തിട്ടുള്ള പോക്കാണ്. ആ തീരുമാനം ഉടൻ പ്രഖ്യാപിക്കും. അത് ഇതുവഴി പ്രഖ്യാപിക്കും. ഇനി രാഹുൽ ഗാന്ധി പോയി ഒരു വാർത്താക്കുറിപ്പിലൂടെ പ്രഖ്യാപനം ഉണ്ടാകുമോ അതോ ദീപദാസ് മുൻഷി മാധ്യമങ്ങളോട് സംസാരിക്കുമോ? എന്തായാലും രാഹുൽ ഗാന്ധി ആവേശഭരിതനായി വളരെ സന്തുഷ്ടനായാണ് മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ നിന്നും അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി ആ കാറിൽ കയറി പോവുകയും ചെയ്തു. ബൽറാം, ഇനിയൊരു തീരുമാനമാണ് വരേണ്ടത്. അത് ഏത് വഴിക്ക് വരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി മടങ്ങിപ്പോയി ഒരു വാർത്താക്കുറിപ്പാകുമോ ഉണ്ടാവുക? ബൽറാം. ഹാഷ്മി, നിർണായകമായ തീരുമാനത്തിലേക്ക് ഇന്ന് നടന്ന ചർച്ചകളിലൂടെ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മല്ലികാർജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച അവസാനിപ്പിച്ച് രാഹുൽ ഗാന്ധി മടങ്ങിയിരിക്കുന്നു. എന്നാൽ പ്രതീക്ഷിച്ച പോലെ ഈ ഒരു യോഗത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അതേസമയം സോണിയാഗാന്ധിയുമായി ആശയവിനിമയം നടത്തിയ ശേഷമായിരിക്കും ഒരു തീരുമാന പ്രഖ്യാപനം എന്ന് നേരത്തെ തന്നെ നേതാക്കൾ അറിയിച്ചിരുന്നു. അതനുസരിച്ച് ഇനി സോണിയാഗാന്ധിയുമായുള്ള ആശയവിനിമയത്തിന് വേണ്ടിയാണോ രാഹുൽ പോയത് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ അതിനുശേഷമായിരിക്കും ഔപചാരികമായ ഒരു പ്രഖ്യാപനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ ഉണ്ടാവുക. ഇനി ആ ഒരു പ്രഖ്യാപനം അത് ഡൽഹിയിൽ ഒരു വാർത്താ സമ്മേളനം പാർട്ടി ആസ്ഥാനത്ത് വിളിച്ചു ചേർത്താണോ അല്ലെങ്കിൽ കേരളത്തിൽ ദീപദാസ് മുൻഷിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു വാർത്താ സമ്മേളനമാണോ? ഇത് രണ്ടുമല്ലാത്ത പക്ഷം ഒരു വാർത്താക്കുറിപ്പിലൂടെയാണോ ആ ഒരു തീരുമാനം പ്രഖ്യാപിക്കുക എന്നുള്ളത് ഏറ്റവും നിർണായകമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ഉണ്ടായ ശക്തി പ്രകടനങ്ങൾ, പരസ്പരം ചെളിവാരിയെറിയൽ, പ്രതിഷേധങ്ങൾ ഉൾപ്പെടെയുള്ളവ ഹൈക്കമാൻഡിന് മുന്നിലുണ്ട്. അതിൽ കടുത്ത അതൃപ്തി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു തീരുമാന പ്രഖ്യാപനവും അത്തരം വൈകാരിക പ്രകടനങ്ങളിലേക്ക് പോകുന്നത് ഒഴിവാക്കാനുള്ള ജാഗ്രത പുലർത്തിക്കൊണ്ടുള്ള ഒരു നടപടിയായിരിക്കും ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിൽ ഉണ്ടാകുക എന്നാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഒരു വാർത്താക്കുറിപ്പിന്റെ രൂപത്തിൽ ആയിരിക്കും ഈ ഒരു തീരുമാന പ്രഖ്യാപനം ഉണ്ടാകുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.